കൊളീജിയത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട 2 വിമർശനങ്ങളാണ് ഉയർന്നു വരാറുള്ളത്. ഒന്ന്, സുതാര്യതയില്ലായ്മയാണ്. കാരണം ആഭ്യന്തരമായ ചില ഡെലിബറേഷൻസ് വഴിയാണ് കൊളീജിയം പ്രവർത്തിക്കുന്നത്. അവിടെ എഴുതി തയ്യാറാക്കിയ കാര്യകാരണങ്ങൾ വ്യക്തമാക്കുന്ന ഉത്തരവുകളോ മിനിറ്റ്സോ ഒന്നും ലഭ്യമല്ല. ചരിത്രപരമായി ഇത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മുതിർന്ന 4 ന്യായാധിപരും കൂടിയാലോചിച്ച് എടുക്കുന്ന തീരുമാനങ്ങളാണ്. അതിനെക്കുറിച്ച് യാതൊരു വിവരവും പുറം ലോകത്തിന് ലഭിക്കാറില്ല. ഇങ്ങനെ അടച്ചിട്ട മുറികളിൽ നടക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും പൊതുസമൂഹത്തിന് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് ഉപകരിക്കില്ല എന്നത് വ്യക്തമാണ്. രണ്ടാമത്തെ വിമർശനം, കൊളീജിയം സംവിധാനത്തിന് അക്കൗണ്ടബിലിറ്റി ഇല്ല, പലപ്പോഴും ഇത് പക്ഷപാതിത്വപരമായി പെരുമാറുന്നു എന്നാണ്. സ്വജനപക്ഷപാതവും തങ്ങൾ വന്ന പ്രത്യേക കോടതികളിൽ നിന്ന് അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ നിന്നുള്ള ജഡ്ജിമാർക്ക് മുൻഗണന നൽകുന്ന പതിവ് ഒക്കെ ഇതിൽ കണ്ടുവരാറുണ്ട്.